ഫിഷ് കരക്കടിഞ്ഞു തമിഴ്നാട്ടിൽ. ഇങ്ങനെ ഒരു വാർത്ത കണ്ടപ്പോൾ നമ്മളിൽ പലരും വലിയ ശ്രദ്ധ കൊടുത്തൊന്നും കാണില്ല. എന്നാൽ ഈ ഒരു ഫിഷ് അടിയുന്നത് മാരകമായുള്ള സുനാമിയുടെ സൂചനയാണെന്നാണ് ഇപ്പൊ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. ഒരിക്കലും സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത ഒരു കാര്യമൊന്നുമല്ല ഓർഫിഷുകൾ കരക്കടിഞ്ഞാൽ സുനാമിയും അതുപോലെ തന്നെ ഭൂമി കുലുക്കവും എല്ലാം ഉണ്ടാകുമെന്നുള്ളത്. ഇതൊരു മിഥ്യാഭിപ്രായമാണ്. ആദ്യം ഓർഫിഷ് എന്തെന്ന് ഞാൻ വിശദമാക്കി തരാം. അതിനുശേഷം എന്തുകൊണ്ട് ഓർഫിഷുകൾക്ക് മുകളിൽ ഇങ്ങനെയൊരു വിശ്വാസം അല്ലെങ്കിൽ ഈ ഒരു മിത്ത് നിലനിൽക്കുന്നു എന്നുള്ളതും കൂടി നമുക്ക് വ്യക്തമാക്കാം. ഓർഫിഷ് എന്നുള്ളത് ഒരു സമുദ്ര മത്സ്യമാണ്. അതായത് 11 മീറ്റർ വരെയാണ് ഇതിന്റെ ഒരു നീളം വരുന്നത്. ആഴക്കടലിലാണ് ഇത്തരം മീനുകളെ കാണപ്പെടുന്നത്. വളരെ അപൂർവമായി മാത്രമേ ഓർഫിഷുകൾ ഉപരിതലത്തിലേക്ക് വരികയും ചെയ്യുകയുള്ളൂ. അതുപോലെ തന്നെ തീരത്ത് കാണപ്പെടുകയെല്ലാം ചെയ്യുന്നത്. ഇന്ന് ഭൂമിയിൽ കാണപ്പെടുന്ന മത്സ്യങ്ങളിൽ ഏറ്റവും നീളം കൂടിയ ബോൺ ഉള്ള ഒരു മത്സ്യമാണിത്. നീളം കൊണ്ട് ആളൊരു കേമൻ മത്സ്യമാണെങ്കിലും ഒട്ടും വണ്ണമില്ലാത്ത ഒരു മത്സ്യമാണത്. കണ്ടാൽ ഒരു റിബൺ എങ്ങനെ വെള്ളത്തിൽ കിടന്ന് ഒഴുകുന്നുവോ അതുപോലെ തന്നെയാണ് ഈ ഒരു മത്സ്യത്തെ കണ്ടാൽ തോന്നുക. അത്രയും തിന്നായിട്ടുള്ള എന്നാൽ നീളം കൊണ്ട് പേര് കേട്ടൊരു മത്സ്യം കൂടിയാണത്. പിന്നെ നമ്മുടെ വീടുകളിൽ കാണുന്ന പല്ലിയുടെ വളരെ സ്വഭാവ സാദൃശ്യമുള്ള ഒരു മത്സ്യമാണിത്. അതായത് പല്ലി ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വന്തം വാല് മുറിച്ച് കളയാറുണ്ട് അല്ലെ? അതുപോലെ തന്നെയാണ് ഈ മത്സ്യവും ചെയ്യുന്നത്. ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് വാല് മുറിച്ച് കളയുന്നു. മറ്റൊന്ന്, അതിവിദഗ്ധമായി സ്വിമ്മിംഗ് സ്കിൽ ഉള്ള ഒരു മത്സ്യം കൂടിയാണിത്. നല്ല ഫ്ലെക്സിബിൾ ആയി തന്നെ നീന്താനുള്ള കഴിവുള്ള ഒരു മത്സ്യമാണിത്. കാഴ്ചയിൽ നമുക്കൊരു പാമ്പിന് സമാനമായ ഒരു മത്സ്യമാണെന്നൊക്കെ തോന്നും. സമാന്തരമായും കുത്തനെയായും എല്ലാം നീന്താൻ കഴിവുള്ള ഒരു മത്സ്യം. ഇങ്ങനെ ഒരു മത്സ്യം പിന്നെ എന്തുകൊണ്ടാണ് ഭൂകമ്പ മത്സ്യം അല്ലെങ്കിൽ സുനാമി മത്സ്യം എന്നൊക്കെ പേര് വീഴാൻ കാരണമായത്? അതിനെക്കുറിച്ചിട്ടാണ് ഇനി പറയാൻ പോകുന്നത്. ജപ്പാൻ അടക്കമുള്ള രാജ്യങ്ങളിലാണ് ആദ്യമായിട്ട് ഇതിനെ ഭൂകമ്പ മത്സ്യം എന്ന് അറിയപ്പെടാൻ തുടങ്ങിയത്. അതായത് 2010, 2011 കാലത്ത് ജപ്പാനിലെ തീരങ്ങളിൽ പ്രധാനമായിട്ടും ഹോൺഷു ദ്വീപ് എന്നിവിടങ്ങളിലായിട്ട് ധാരാളം ഓർഫിഷുകൾ തീരത്തടിഞ്ഞതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിന് കുറച്ചു മാസങ്ങൾക്ക് ശേഷമാണ് ജപ്പാനിൽ, അതായത് 2011 മാർച്ച് 11 ഹെക്ടർ സ്കെയിൽ 9.1 തീവ്രതയിൽ ഭൂകമ്പം ഉണ്ടാവുകയും അതിനെ തുടർന്ന് അതിഭീകരമായിട്ടുള്ള സുനാമി ഉണ്ടാവുകയെല്ലാം ചെയ്തത്. അന്ന് 20,000-ന് മുകളിൽ ആളുകളാണ് ജപ്പാനിൽ മരണപ്പെട്ടത്. അതുകൊണ്ട് ഈ മത്സ്യങ്ങൾ അടിയുന്നത് സുനാമിക്കുള്ള സൂചനയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഇവർ. പക്ഷെ ഇതൊരിക്കലും ശാസ്ത്രം അംഗീകരിച്ച ഒരു കാര്യമൊന്നുമല്ല. ഈ മത്സ്യം തീരത്ത് കാണപ്പെടുന്നതിന് ധാരാളം കാരണങ്ങൾ വേറെയുമുണ്ട്. ഈ മത്സ്യങ്ങൾക്ക് അസുഖങ്ങൾ വരുമ്പോൾ ഇവ തീരത്തടിയും. മരണം തൊട്ടു മുൻപ് എത്തുമ്പോഴാണ് ഈ മത്സ്യങ്ങൾ തീരത്തേക്ക് വരുന്നത്. മറ്റൊന്ന്, കടലിലെ ജലതാപനിലയിലുള്ള വ്യതിയാനങ്ങൾ ഈ മത്സ്യത്തെ ആഴക്കടലിൽ നിന്നും ഉപരിതലത്തിലേക്ക് കൊണ്ടുവരാൻ കാരണമാവുന്നുണ്ട്. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടെല്ലാം ഈ മത്സ്യങ്ങൾ തീരത്തടിയാറുണ്ട്. എന്നാൽ മത്സ്യങ്ങൾക്ക് അതുപോലെ തന്നെ മൃഗങ്ങൾക്കും അതുപോലെ തന്നെ പക്ഷികൾക്കും എല്ലാം പ്രകൃതി ദുരന്തങ്ങളെ മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഭൂകമ്പവും സുനാമിയും വരുമ്പോൾ കൂട്ടിലിട്ടതും അതുപോലെ കെട്ടിയിട്ടതുമായ പക്ഷി മൃഗാദികൾക്ക് അവയൊഴിച്ച് ബാക്കി മൃഗങ്ങളെ പരമാവധി രക്ഷപ്പെടാറുണ്ട്. അങ്ങനെ 6th സെൻസ് മൃഗങ്ങൾക്കുണ്ടെന്നാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ കടലിലെ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ അത് തിരിച്ചറിയാൻ മത്സ്യങ്ങൾക്കും സാധിക്കാറുണ്ട്. ഇതൊന്നും ശാസ്ത്രീയമായി എവിടെയും തെളിയിക്കപ്പെട്ടിട്ടൊന്നുമില്ല. എന്നിരുന്നാലും ചില സമയങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവചനങ്ങൾ സത്യമാകാറുമുണ്ട്. ഓർഫിഷുകളുടെ പ്രത്യേകത അവയ്ക്ക് 100 കിലോമീറ്ററോളം സഞ്ചരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ പ്രത്യേക സമയങ്ങളിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമേ ഈ മത്സ്യങ്ങൾ ഉപരിതലത്തിലേക്ക് വരാറുള്ളൂ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അസുഖങ്ങൾ വരുമ്പോൾ മരണം അടുത്ത് എന്ന് ഉറപ്പാകുമ്പോൾ അവ തീരത്ത് വരികയും കരയിൽ വെച്ചാകും മരണം സംഭവിക്കുകയെല്ലാം ചെയ്യുന്നത്. അങ്ങനെയുള്ള മത്സ്യങ്ങൾ കരയിൽ കാണുമ്പോൾ അത് പ്രകൃതി ദുരന്ത സൂചനയായിട്ട് മാത്രം കാണാൻ പാടില്ല. എന്നാൽ ഈ അടുത്ത് തമിഴ്നാട്ടിൽ ഈ മത്സ്യത്തെ കണ്ടതിന് തൊട്ടടുത്ത ദിവസങ്ങളായിട്ട് ലോകത്തെ പല രാജ്യങ്ങളിലെ തീരങ്ങളിലും ഈ മത്സ്യം വന്ന് അടിയുന്നതായിട്ട് കാണുന്നുണ്ട്. ഇതെല്ലാമാണ് സുനാമിയുടെ സൂചനയാണോ എന്ന് ജനം ഭയപ്പെടുന്നത്. എന്നാൽ ചില സാധ്യതകളെ തള്ളിക്കളയാൻ സാധിക്കില്ല. 2011 ജപ്പാൻ എർത്ത് ക്യൂക്ക് അതിനൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. പ്രകൃതിയിൽ വ്യതിയാനങ്ങൾ സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സൂചനകൾ സാധാരണയായിട്ട് കാണാറുണ്ട്. ഇത് ഒരു പക്ഷേ മുൻകരുതലുകളാകാം. എന്നാൽ
പ്രകൃതി ദുരന്തങ്ങൾ വരുമെന്നുള്ള ആശങ്കയല്ല നമുക്ക് വരേണ്ടത്. ശാസ്ത്രീയമായ യാതൊരു തെളിവുകളും ഇതുവരെ ലഭിക്കാത്തതിനാൽ ചില പ്രവചനങ്ങളെ പോലെ മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുകയുമുള്ളൂ.